IPL മെഗാ ഓപ്ഷനോടനുബന്ധിച്ച് ഒരു ടീമിൽ അവരുടെ എത്ര പ്ലെയേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ക്രിക്ബസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 6 പ്ലെയേഴ്സിനാണ് നമുക്കൊരു ടീമിൽ നിലനിർത്താൻ പറ്റുക. അപ്പോൾ ഈ 6 പ്ലെയേഴ്സ് എന്ന് പറയുമ്പം ഇതിൽ റീടെൻഷൻസ് വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ RTM കാർഡ് വരുന്നുണ്ട്. ഈ RTM കാർഡ് എന്ന് പറയുന്നത് റൈറ്റ് ടു മാച്ച് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് 2 ടീമുകൾ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്പം ചെന്നൈ, മുംബൈ ഈ 2 ടീമുകളും ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് പരസ്പരം ലേലത്തിൽ ബിഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബിഡിന് അവസാനം മുംബൈ ഇന്ത്യൻസ് അത്യാവശ്യം നല്ലൊരു തുകയ്ക്ക് ആ പ്ലെയറിനെ ബിഡ് ഉറപ്പിക്കുന്നു. ഈ സമയത്ത് ആ പ്ലെയർ ഏത് ടീമിലായിരുന്നു മുമ്പുണ്ടായിരുന്നത് ആ ടീമിൻ്റെ ഓണേഴ്സ് വന്നിട്ട് പറയുകയാണെന്ന്, അവരുടെ ടീം വന്ന് പറയുകയാണ്, ഞങ്ങൾ ആ തുകയ്ക്ക് തന്നെ മുംബൈ ഇന്ത്യൻസ് എത്ര തുകയ്ക്കാണോ ആ പ്ലെയറിനെ ബിഡ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് ആ തുകയ്ക്ക് ഞങ്ങൾ തന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ തുകയ്ക്ക് തന്നെ ആ പ്ലെയറെ തിരിച്ചെത്തിക്കുകയാണ്. അതായത് അതുവരെ ബിഡ് ചെയ്ത ചെന്നൈക്കും മുംബൈക്കും ആ പ്ലെയറെ സ്വന്തമാക്കാൻ കഴിയില്ല. പകരം ആ പ്ലെയർ ഏത് ടീമിലാണോ ഓൾറെഡി ഉണ്ടായിരുന്നത് ആ ടീമിന് തന്നെ ആ പ്ലെയറെ തിരിച്ചെടുക്കാൻ കഴിയും. ഇതാണ് RTM എന്ന് പറയുന്നത്. അപ്പം റീടെൻഷനും വന്നതിൽ എത്ര നമുക്ക് പ്ലെയേഴ്സിന് റീടെൻഷനുള്ള സ്ലോട്ട് കിട്ടുന്നുള്ളതും അതുപോലെ തന്നെ എത്ര RTM എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. മിക്കവാറും എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഒരു 4 പ്ലെയേഴ്സിന് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ 2 RTM കൊടുക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിൽ തന്നെ ഓരോ ടീമിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റാണ്. ഇപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ഒരു കോർ അവർക്കുണ്ട്. ഇപ്പം ക്ലാസൻ ആണെന്നുണ്ടെങ്കിലും പാറ്റ് കമ്മിൻസ് ആണെന്നുണ്ടെങ്കിലും ട്രാവിസ് ഹെഡ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ അവരെ സംബന്ധിച്ച് ഫോറിൻ പ്ലെയേഴ്സിനെ കൂടുതൽ റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഫോറിൻ റീറ്റെൻഷൻ അധികം വേണ്ട. പകരം ഇന്ത്യൻ കോർ അവർക്ക് വളരെ സ്ട്രോങ് ആണ്. ഇപ്പം ജയ്സ്വാൾ ആണെന്നുണ്ടെങ്കിലും സഞ്ജു ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരുടെ റിയാൻ പരാഗ്, ചഹൽ, അപ്പം അവരെ സംബന്ധിച്ച് ഇന്ത്യൻ പ്ലെയേഴ്സ് കൂടുതലുണ്ട്. അപ്പം അവർക്ക് ഇന്ത്യൻ പ്ലെയേഴ്സിനെ തന്നെ റീറ്റെയിൻ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ ടീമിനെ സംബന്ധിച്ചും അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പറയുന്നത് ധോണിയെ അൺക്യാപ്ഡ് പ്ലെയറായിട്ട്. അതേ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കണം. എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ധോണിയെപ്പോലൊരു പ്ലെയർ ഒരിക്കലും ഒരു അൺക്യാപ്ഡ് പ്ലെയറായിട്ട് പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരാളല്ല. മാത്രമല്ല പണ്ടെങ്ങാണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് വീണ്ടും അത് കൊണ്ടുവരണം എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. കാരണം ഇപ്പം ചെന്നൈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഷുവർ അവരെ സംബന്ധിച്ചൊക്കെ അവർക്ക് പോസിറ്റീവായിട്ട് ഓപ്ഷനിൽ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ടാക്റ്റിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതാണ് ശരി. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ധോണിയെപ്പോലൊരു പ്ലെയർ അൺക്യാപ്ഡായിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരാളാണോ എന്ന് ചോദിക്കുമ്പം അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുമാത്രമല്ല അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് എടുത്തു മാറ്റിയെന്ന് പറയുമ്പോൾ തന്നെ ആ നിയമത്തിന് എന്തൊക്കെയോ ചില അപാകതകൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളത് എടുത്തു മാറ്റുന്നത്. അതിനുശേഷം വീണ്ടും അവർ വന്നിട്ട് പണ്ടിങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ധോണി അൺക്യാപ്ഡ് പ്ലെയറായിട്ട് വരരുത് എന്നുള്ളത് തന്നെയാണ്. അത് മിക്കവാറും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവ് തന്നെയാണ്. ഈ RTM ഉള്ളത് കൊണ്ട് തന്നെ ലേലം വളരെയധികം രസകരമായിരിക്കും. കാരണം വളരെ ചൂട് പിടിച്ച ലേലം വിളിയായിരിക്കും നടക്കുക. കാരണം ഇപ്പം ഏതെങ്കിലും ഒരു ടീമിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ശിവം ദൂബെ CSK റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് കരുതുക. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ഓപ്ഷനിൽ വരുമ്പം CSK തന്നെ വീണ്ടും RTM ഉപയോഗിച്ച് എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ടീമുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവം ദൂബെ ഓപ്ഷനിലേക്ക് വരുമ്പം അദ്ദേഹത്തിന് പ്രൈസ് വളരെയധികം കൂട്ടിക്കൊടുക്കും. അതായത് അദ്ദേഹം ഇപ്പോൾ ഒരു 5 കോടി 6 കോടി 7 കോടി 8 കോടി ഇങ്ങനെ കയറ്റിയിട്ട് 10 കോടി വരെയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് CSK അദ്ദേഹത്തെ വാങ്ങുകയാണ്, RTM ഉപയോഗിച്ച് അദ്ദേഹത്തെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സിൽ അത്രയും വലിയ തുക നഷ്ടമാവും. പിന്നീട് നല്ലൊരു പ്ലെയർ വരുമ്പം അവർക്ക് വേണ്ടി ബിഡ് ചെയ്യാൻ CSKക്ക് പറ്റാതെ വരും. ഇതറിയാവുന്നതുകൊണ്ട് മറ്റ് ടീമുകൾ എന്തായാലും ഇദ്ദേഹത്തെ CSK ടാർഗറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അദ്ദേഹത്തെ RTM ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നും. അങ്ങനെയുള്ള തോന്നുന്ന പ്ലെയേഴ്സിനോടൊക്കെ റേറ്റ് അവർക്ക് വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. CSKയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഇപ്പോൾ പല ടീമുകളെ സംബന്ധിച്ചും ഇങ്ങനെയാണ്. അതായത് സ്വന്തം അവരുടെ ടീമുകൾ ഇപ്പം SRHൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എന്തായാലും 3 ഫോറിൻ പ്ലെയേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ സമ്മതിക്കും എന്നുള്ളത് സാധ്യത കുറവാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ട്രാവിസ് ഹെഡും പാറ്റ് കമ്മിൻസും ആയിരിക്കും SRH റീറ്റൈൻ ചെയ്യാൻ സാധ്യതയുള്ളത്. അതിനുശേഷം ക്ലാസൻ വരുമ്പോൾ ക്ലാസന് വേണ്ടി SRH പോകുമെന്നുള്ളത് മറ്റു ടീമുകൾക്ക് അറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ശ്രമിക്കുക ക്ലാസൻ്റെ പ്രൈസ് വല്ലാതെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിരിക്കും. അപ്പോൾ ഇതെല്ലാ ടീമുകളും ചെയ്യുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുക. ഒന്ന്, ഒരു പ്ലെയർക്ക് ഓവർ ആയിട്ടുള്ള റേറ്റ് കിട്ടും, അതായത് അദ്ദേഹം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക കിട്ടും. അതേ സംഭവം തന്നെ നേരെ തിരിച്ച് സംഭവിക്കാനുള്ള കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്ലെയർ ഒരു 3 കോടി പ്രൈസിൽ നിൽക്കുന്നു, രണ്ട് ടീമുകൾ അവർക്ക് വേണ്ടി രംഗത്തേക്ക് വരുന്നു. അതായത് പഞ്ചാബും ഗുജറാത്തും അവർക്ക് വേണ്ടിയിട്ട് ബിഡ് ചെയ്യുന്നു എന്ന് കരുതുക. 3 കോടി, 4 കോടി, 4.5 കോടി വരെ എത്തി നിൽക്കുന്ന സമയത്ത് പഞ്ചാബ് വിൻ ചെയ്യാണ് ബിഡ്. അപ്പോൾ അതേ സമയത്ത് ആ പ്ലെയർ ഓൾറെഡി ഉണ്ടായിരുന്ന ടീമെന്ന് പറയുന്നത് ലക്നൗ ആണെന്നുണ്ടെങ്കിൽ ലക്നൗ പറയുകയാണ് ഇല്ല, ഞങ്ങൾ ഓപ്ഷനിലേക്ക് വിടുന്നില്ല, ഞങ്ങൾ RTM ഉപയോഗിച്ചിട്ട് പഞ്ചാബ് പറയുന്ന അതേ തുകയ്ക്ക് തന്നെ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സാധാരണഗതിയിലൊരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ RTM ഇല്ല എന്നുണ്ടെങ്കിൽ ലക്നൗവിന് ആ പ്ലെയർ സ്വന്തമാക്കണമെങ്കിൽ പഞ്ചാബ് വിളിക്കുന്നതിനൊക്കെ കൂടുതൽ തുക കയറ്റി വിളിക്കേണ്ടതുണ്ട്. ഇവിടെ അങ്ങനൊരു പ്രശ്നം വരുന്നില്ല, RTM ഉപയോഗിച്ചിട്ട് അത് വാങ്ങാം. ഇത് ബാധിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞ പ്ലെയറെയാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ ബിഡ് കിട്ടേണ്ടത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് RTM എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഓപ്ഷനിൽ RTM ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ നമുക്കൊക്കെ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ വളരെ രസകരമായിരിക്കും. അപ്പം ഇനി ഓപ്ഷനെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനിയും വീഡിയോകൾ ചെയ്യും. കാരണം എല്ലാ ടീമിൻ്റെയും റീറ്റൻഷൻസിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത്, അപ്പം എത്ര റീറ്റൻഷൻ ഉണ്ടാവും എന്നുള്ളതൊന്ന് ഉറപ്പിച്ചിട്ട് മറ്റ് വീഡിയോകൾ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ കാത്തിരുന്നതാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് ഓരോ ടീമിൻ്റെ നമ്മൾ പതുക്കെ ചെയ്യും. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരു വലിയ മഹാമഹമാണ് IPL മെഗാ ഓപ്ഷൻ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ തവണയും നമുക്കറിയാം ഡിസംബർ ആ ഒരു ടൈമിലാണ് മെഗാ ഓപ്ഷൻ നടക്കാൻ സാധ്യത. ഇത്തവണയും എന്തായാലും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ടൈമിൽ തന്നെ ആയിരിക്കും ഓപ്ഷൻ നടക്കാനുള്ളൊരു സാധ്യത. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പല ടീമുകളെയും നമുക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ടീമുകളും ഫോക്കസ് ചെയ്യേണ്ട താരങ്ങൾ ആരൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.